ബിരിയാണി വെക്കാൻ പോവാണ്. നോർമലി ഞാൻ ബിരിയാണി വെക്കാറുണ്ട് വീട്ടിൽ, നോർമൽ കേരള സ്റ്റൈൽ. ഇന്ന് ഒരു വെറൈറ്റി ബിരിയാണി വെച്ച് നോക്കാൻ വിചാരിക്കുന്നത് എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന തലപ്പാക്കട്ടി ബിരിയാണി ഇല്ലേ, അത് ഭയങ്കര ഫേവറേറ്റാണ്. നമ്മുടെ കേരള ബിരിയാണി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ മസാലകൾ കേട്ടോ, ഇത് മല്ലി, ജീരകം, പെരിഞ്ജീരകം, ജീരകം മാറിപ്പോന്നു, കുരുമുളക്, കാഷ്യൂനട്ട്, ബേ ലീഫ്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇതൊക്കെ തിരിച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഇതാണ് അതിൻ്റെ മസാല. ആവശ്യമുള്ളവർക്ക് ഇത് മസാല ഉണ്ടാക്കി വെക്കാം, എപ്പോഴും ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടി മാത്രമാണ്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു 10-20 ചെറിയ ഉള്ളി വേണം, എന്നിട്ട് ഒരു പച്ചമുളക്. എനിക്കിവിടെ പിള്ളേർക്ക് എരി കുറവായതുകൊണ്ടാണ് അത് ഇത്ര ഇട്ടേക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായി വരുമെന്ന് അറിയില്ല. ബിരിയാണി സാധാരണ ഈ ജീരാശാല റൈസിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടിച്ചെടുക്കണം. അത് ലാസ്റ്റ് ഞാൻ പൊടിച്ചെടുക്കുന്നുള്ളൂ. കാരണം എന്താ പറയുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ആ ഗ്രൈൻഡറിൽ തന്നെ അരച്ചാൽ മതി. ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണല്ലോ. ഓക്കെ, അത് ഇന്നത്തേക്ക് മാത്രം എടുക്കുന്നതാണ്, അതൊന്നും കുഴപ്പമില്ല. ഞാനായി ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്തത്, നെയ്യും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. നെയ്യാണ് കൂടുതൽ ഒഴിച്ചേക്കുന്നത്. അതൊന്ന് വരട്ടെ. ഞാൻ മറ്റേത് ഓൾറെഡി പൊടിച്ചു, ആ സെയിം ജാറിൽ. നമ്മൾ ഇതിനകത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുന്നുണ്ട് ആ അരപ്പിനകത്ത്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഇടാൻ പോകണേ. ഇതിനകത്ത് നമ്മൾ മസാല ഇട്ടിട്ടോ. അയ്യോ, ഒടുക്കത്തെ മണമാണ്. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല. നമുക്കൊരു 10 വീട് അപ്പുറം വരെ മണം എടുക്കും. ഓക്കെ, നല്ല മണമാണ്. ഇതിനകത്ത് നമ്മളിനി ഒഴിക്കേണ്ടത് തൈര് ഒഴിക്കണം, കുറച്ച് തൈര്. അത് കഴിഞ്ഞിട്ട് ചിക്കനുമായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു വിധം ആയിട്ടുണ്ട്. ഇനി എനിക്ക് അവസാനത്തെ ഒരു പണി ഉണ്ടെത്തുന്നു. നമ്മൾ ഈ വാഴയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് അടച്ച് വെക്കണം. ഇത് ഓൾറെഡി വെന്തും എല്ലാം കഴിഞ്ഞതാണ്. ഇത് ഞാൻ ഇങ്ങനെ അടച്ച് വെക്കുക. ഇത് ഓഫ് ചെയ്യാണ് തീ. ഓക്കെ, സോറി, നോക്കാം. അപ്പം നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഞാനിത് ഇത് കയറാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ സമയം തീരാറായി കേട്ടോ. ഞാനിത് ഓൾറെഡി വാഴയിൽ വെക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സൂപ്പറാണ് കേട്ടോ.